ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളതാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ജിമെയിൽ ഐ ഡി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജിമെയിലിൽ പോവുക, എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് അനദർ അക്കൗണ്ട് എന്നുണ്ടാവും. ഇനി നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ സർനെയിം, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഇതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തതിന് ശേഷം സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൽ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളതില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കൊടുക്കുക കേട്ടോ. പിന്നെ ഹാൻഡിൽ എന്നുള്ളിടത്ത് നിങ്ങൾ ആരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേര് കൊടുക്കുക നിങ്ങൾക്ക്. അപ്പോൾ അത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് ചാനൽ എന്നുള്ളതും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ പിക്ക് ഇല്ല, ഒരു ബാനർ ഇല്ല, ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ചാനൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ഉള്ളവർക്ക് എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്, യൂട്യൂബ് സ്റ്റുഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, സബ്സ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, വ്യൂസ് ആയിക്കോട്ടെ, നമ്മുടെ വാച്ച് അവേഴ്സ് ആയിക്കോട്ടെ, എന്തും കാണിക്കുന്നത് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിലായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പെൻസിൽ പോലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ ഈ ഹോം ടാബ് എന്നുള്ള ഈ ഒരു രണ്ട് ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാരിലേക്ക് എത്തുള്ളൂ കേട്ടോ, കൂടുതൽ എത്തുള്ളൂ. സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് അവർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അറിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്തിട്ടൊക്കെ ഇത് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ട് അതവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലൊക്കെ മതി. അപ്പം നിങ്ങൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് തുടങ്ങുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഉണ്ടെന്നുണ്ടെങ്കിൽ, ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെതും കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ലിങ്കും കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചാനലിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ക് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ഇതുപോലെ ആ ഒരു പ്രൊഫൈൽ പിക്കിൻ്റെ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് പിക്കാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ക്യാമറന്റെ ഐക്കണിലെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ബാനർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ബാനർ ആയിക്കോട്ടെ, ഈ ഒരു പ്രൊഫൈൽ പിക്ക് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാനറൊക്കെ നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ബാനറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാരണം തന്നെ അതൊന്നും ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ബാനറൊക്കെ കൊടുക്കുക, പ്രൊഫൈലൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയിട്ടും, അതുപോലെ നമുക്ക് എത്ര വ്യൂസ് ഉണ്ട് എന്നുള്ളതിനും പറ്റിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഏത് ടൈമിലാണ് അവർ ഫ്രീ ആയിട്ടുണ്ടാവുക, ഏത് സമയത്താണ് നമ്മുടെ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് ഈ ഒരു വൈറ്റ് സ്റ്റുഡിയോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത്ര വയസ്സിൻ്റെ ഉള്ളിലുള്ളവരാണോ അത്ര വയസ്സിൻ്റെ ഉള്ളിലുള്ളതാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏൺ എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതുപോലെ ഇനി നമുക്ക് എത്ര വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ
അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുക. അപ്പൊ എന്നാലാണ് പിന്നെ ഉള്ള നമ്മുടെ വീഡിയോസിലൊക്കെ ആഡ് കാണിച്ചിട്ടാണ് നമുക്ക് ഏണിങ്സ് കിട്ടാൻ വേണ്ടി പോണത്. അപ്പൊ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.